എല്ലാവരും ചേർന്ന് പരമാവധി സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം. യേശുവേ, 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 ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാൻ കാത്തു നിൽക്കുന്ന യേശുവേ, അങ്ങയെ വേണ്ട വിധം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അനുഭവപ്രദമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ തുറക്കാം, ദൈവസന്നിധിയിലേക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്ന നിർദ്ദേശങ്ങളോട് ചേരാം. സ്നേഹമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റവും ശക്തമായ വിധത്തിൽ നിങ്ങളിലേക്ക് കടന്നുവരുന്ന പരിശുദ്ധാത്മ അഭിഷേക ആരാധനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാൻ. അപ്പസ്തോല നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3 തൊട്ടുള്ള തിരുവചനങ്ങൾ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനമേൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്താണ് ഈ 4-5 ദിവസങ്ങളിൽ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരുന്നത്. ഉത്ഥിതനായ കർത്താവ് ഈ കഴിഞ്ഞ 5 ദിനരാത്രങ്ങൾ ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ബോൾഗാട്ടി ദ്വീപിലുണ്ടായിരുന്നു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, രോഗസൗഖ്യങ്ങളിലൂടെ, മാനസാന്തര അനുഭവങ്ങളിലൂടെ താൻ ഇന്നും ജീവിക്കുന്നവനാണെന്ന് ഈ ബോൾഗാട്ടി നിവാസികൾക്ക് കർത്താവ് വെളിപ്പെടുത്തുകയായിരുന്നു. ഇതാ ഈ ധ്യാനത്തിന്റെ അവസാന നേരത്ത് അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഇവിടെ ഈ ദേവാലയമുറ്റത്ത് നിൽക്കുന്ന നിങ്ങളോടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഈ ദേവാലയമുറ്റം വിട്ടു പോകരുത്. നിങ്ങൾ ഈ ദേവാലയമുറ്റം വിട്ടു പോകരുത്. ഞാൻ പറഞ്ഞ പിതാവിന്റെ വാഗ്ദാനത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അല്പസമയത്തിനുള്ളിൽ നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ നിങ്ങളോട് പറഞ്ഞു, ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഈശോയെ അറിയുകയായിരുന്നു, ഈശോയെ കാണുകയായിരുന്നു. നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള എന്റെ ജീവിതം അത് ഈശോയോടൊത്താണ്. ഇനി മുന്നോട്ടുള്ള എന്റെ ജീവിതം അത് ഈശോ വസിക്കുന്നിടത്താണ്. ഈശോക്ക് ചേരാത്തവയെല്ലാം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും ഈശോയ്ക്ക് പ്രീതികരമായ വിധം ഈശോയുടേതായി തീരാൻ വേണ്ടി മുന്നോട്ടൊരു ജീവിതം നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ
എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരൊക്കെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇതുപോലൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, അവർക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. ഈ ആരാധന തുടങ്ങും മുമ്പ് ഇതാണ് ഞാൻ തരാൻ പോകുന്ന മുന്നറിയിപ്പ്. ആരൊക്കെ തീഷ്ണതയോടെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അവരോരോരുത്തരും ഓർത്തുകൊള്ളുക, എന്തുമാത്രം തീവ്രതയോടെ തീഷ്ണതയോടെ നീ ഈശോയുടേതായി ഈശോയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനേക്കാൾ തീഷ്ണതയോടെ നിന്നെ ആ തീരുമാനത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ ലോകത്തിലൊരു ശക്തി പരിശ്രമിക്കും. അത് തിന്മയുടെ ശക്തിയാണ്, അത് സാത്താനാണ്. ഈ സാത്താനെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടാകില്ല. പ്രൊവിൻഷ്യൽ അച്ഛൻ ഓർമ്മിപ്പിച്ചല്ലോ, പത്രോസ് പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ചെയ്യില്ല കർത്താവേ. അവൻ അവന്റെ കഴിവുകൊണ്ട് പരിശ്രമിച്ചു, വിജയിച്ചില്ല അവൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പം അവൻ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഈശോയോട് എന്നും ചേർന്ന് നിൽക്കാൻ ആകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സംരക്ഷണം തരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കും നമ്മുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ജോലി മേഖലകൾക്കും പരിശുദ്ധാത്മാവ് സംരക്ഷണം തരണം. തിന്മയുടെ ശക്തി നമ്മെ സ്വാധീനിക്കാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നിങ്ങൾ ഈ ധ്യാനം തീരുമ്പം തിന്മയുടെ ശക്തികളോട് സന്ധിയില്ലാതെ നമുക്ക് പടപൊരുതാനാകണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മിൽ നിറയണം. ആ ശക്തിയുടെ പുതിയൊരു സംരക്ഷണം നമുക്ക് കിട്ടണം. ഒരു തിരുവചന ഭാഗം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ആരാധനയിലേക്ക് പ്രവേശിക്കും മുമ്പ്. അത് ജോബിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇവിടെ ശ്രദ്ധിച്ച ഓരോരുത്തരും, ജോബിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം 6 തൊട്ട് തിരുവചനങ്ങൾ നമ്മളവിടെ കാണും. ദൈവം ഒരു സമ്മേളനം വിളിക്കുന്നു, ദൈവത്തിന്റെ മാലാഖമാരുടെ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ ഇടയിലേക്ക്, മധ്യത്തിലേക്ക് ജീവിക്കുന്ന ദൈവം കടന്നു ചെല്ലുമ്പം ഒരു കാര്യം ദൈവം കാണുന്നു. ഈ മാലാഖമാർക്കിടയ്ക്ക് ഒരു ചെകുത്താനും കൂടി കയറിയിരിക്കുന്നു. സാത്താൻ കടന്നു വന്ന് കയറിയിരിക്കുന്നു മാലാഖമാരുടെ സമ്മേളനത്തിനിടയ്ക്ക്. ദൈവം ചോദിക്കുന്നു സാത്താനോട്, നീ എന്തിന് ഇവിടെ വന്നു? നീ എവിടെ നിന്ന് ഇവിടെ വന്നു? സാത്താൻ ദൈവത്തിന് ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കും, ഞാൻ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഈ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ദൈവം ചോദിക്കുന്നു സാത്താനോട്, നീ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചെന്നോ? എന്നിട്ട് ദൈവം ചോദിക്കും, നീ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചപ്പം സത്യസന്ധനും നീതിമാനും ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിച്ച് ജീവിക്കുന്നവനുമായ ജോബിനെ നീ ശ്രദ്ധിച്ചില്ലേ? ജോബിനെ നീ ശ്രദ്ധിച്ചില്ലേ? സത്യസന്ധനായ നീതിമാനായ മനുഷ്യൻ ജോബ്, അവനേക്കാൾ സത്യസന്ധനായി നീതിമാനായി ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനായി നീ വേറെ ആരെങ്കിലും കണ്ടോ? ദൈവം ഇത് പറയുമ്പം സാത്താൻ തിരിച്ചിങ്ങനെ പറയുന്നു, അതിനെന്താ ഇത്രമാത്രം അതിശയിക്കാൻ? എന്നിട്ട് സാത്താൻ ദൈവത്തോട് പറയുന്നു, ദൈവത്തോട് ചോദിക്കുന്നു, നീ അവനും അവന്റെ കുടുംബത്തിനും അവന്റെ കുഞ്ഞുങ്ങൾക്കും അവന്റെ സമ്പത്തിനും അവന്റെ കൃഷിഭൂമിക്കും നീ വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ? നീ വേലി കെട്ടി അവന്റെ ചുറ്റും സംരക്ഷണം കൊടുക്കുമ്പം അവൻ എങ്ങനെ തെറ്റായി ജീവിക്കാൻ പറ്റും? അവൻ എങ്ങനെ വീഴാൻ പറ്റും? നീ വേലി കെട്ടി അവന് സംരക്ഷണം കൊടുത്തിട്ട് അവൻ നല്ല വിധത്തിൽ ജീവിച്ചു എന്ന് പറയുന്നതിൽ അതിശയിക്കാൻ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വരം ഉയരട്ടെ, ഹല്ലേലൂയ. ഈ കായലിന്റെ മറുകര കേൾക്കണം നിങ്ങളുടെ സ്വരം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്ത സംരക്ഷണമായിരുന്നു വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ജോബിന് കരുത്ത്. ഈ ധ്യാനത്തിൽ നിന്ന് കിട്ടിയ ചൈതന്യം ഒരാൾക്കും ഒരു കാലത്തും ചോർന്നു പോകരുത് ഈ ബോൾഗാട്ടയിൽ. അതിന് ദൈവം നിങ്ങൾക്കും സംരക്ഷണം തരണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സമ്പത്തിനും വസ്തുവകകൾക്കും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംരക്ഷണം തരണം. വേണോ? വേണോ? പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും സമ്പത്തിനും വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വലതുകര ഉയർത്തിക്കേ. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ നേരത്ത് കൈകൾ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് നന്ദി പറയുക. ശക്തിയോടെ കൈകളടിച്ച് നന്ദി പറയുക. ശക്തിയോടെ കൈകളടിച്ച് തിരുവോസ്തിരൂപനായി നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരുന്ന നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട് നമുക്ക്. മക്കളെ, നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടില്ല. ഈ ലോകത്തിലേക്ക്, ലോകത്തിന്റെ ശക്തികളുടെ പിടിയിലേക്ക് നിങ്ങളെ തനിച്ച് ഞാൻ വിടില്ല. നിങ്ങൾക്ക് സഹായകനായി എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഇടത്തും നിന്റെ വലത്തും നിന്റെ മുൻപിലും നിന്റെ പുറകിലും നിന്റെ മുകളിലും നിനക്ക് സഹായകനായി സംരക്ഷകനായി എന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരും. ഈ ആത്മാവിനെ തന്നിട്ട് നിങ്ങളെ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വിടൂ. ഈ ഉറപ്പുമായി തിരുവോസ്തിരൂപനായി നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരുമ്പം എല്ലാ മക്കളും കൈകൾ കൂപ്പിപ്പിടിക്കുക. ഒറ്റ ആഗ്രഹം മാത്രം, ഒരൊറ്റ പ്രാർത്ഥന മാത്രം. ഈ ധ്യാനം തീരുമ്പം, ഈശോയെ, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ നിന്റെ സഹായകനെ, പരിശുദ്ധാത്മാവിനെ, നിന്റെ സംരക്ഷണത്തെ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് എനിക്ക് ചുറ്റിലും, എന്റെ കുടുംബത്തിന് ചുറ്റിലും, വസ്തുവകകൾക്ക് ചുറ്റിലും, എന്റെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റിലും അങ്ങ് സംരക്ഷണവും അങ്ങ് കോട്ടയും തീർക്കണേ. ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഇവിടെയുള്ള ആയിരങ്ങളുടെ മനസ്സിൽ നിന്ന് ഈശോ കടന്നു വരുമ്പം ഈശോയിലേക്ക് ഉയരണം. ഈ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പിപ്പിടിച്ച് കുഞ്ഞുങ്ങളൊന്നും ഇനി ആരാധന തീരും വരെ സംസാരിക്കാൻ പാടില്ല. ജേക്കബ് അച്ഛൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. അകലങ്ങളിലോ ഈ അൾത്താരിൽ ഈശോവരമൻ കാണാൻ പറ്റാത്തയിടത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നീ കളയരുത്. കടന്നു വന്നേക്ക്. ഈശോയുടെ അടുത്തേക്ക് അടുക്കാവുന്ന അത്രയും അടുത്തു നിന്ന് ആരാധനാ നിമിഷങ്ങളിലേക്ക് കടന്നുകൊള്ളുക. നമുക്കൊന്നു ചേർന്ന് ഈശോയെ വിളിക്കാം. അറിയാവുന്ന ഗാനം വാ വാ യേശുനാഥ എന്ന ഗാനം. ഈ ഗാനം ആലപിക്കാതെ ഒരു കുഞ്ഞും ഇവിടെ നിൽക്കരുത്. ഈശോയെ നീ ദാഹത്തോടുകൂടി വിളിക്കുന്നു. എന്തിന്? ഈശോ തരാമെന്ന് പറഞ്ഞ സഹായകനെ കൊണ്ട് നിന്റെ ജീവിതം നീ നിറയ്ക്കാൻ വേണ്ടി സ്വരമുയർത്തി അധരങ്ങൾ തുറന്ന് തീഷ്ണതയോടെ ഭക്തിയോടെ ഓരോരുത്തരും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. വാ വാ യേശുനാഥ. യേശുനാഥ വാ വാ സ്നേഹനാഥ വായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ യേശുനാഥ. ശിരസ്സു നമിക്കുക. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. യേശുനാഥ വാ വാ സ്നേഹനാഥ വായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ യേശുനാഥ. ഈശോയെ, എന്റെ ഉള്ളിലേക്കും നീ കടന്നു വരണേ. ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോ ഇതാ നീ വിളിച്ചപ്പം നിന്റെ വിളി കേട്ട് ഈ അൾത്താരിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ഈശോയെ വിളിക്കുക. നീ എന്റെ പ്രാണനാഥനാണ്. എന്റെ ഈശോയെ, നീ എന്റെ സ്നേഹരാജനാണ്. നീ എന്റെ കൂടെ എന്നും വേണം. നീ ഒഴിഞ്ഞൊരാനന്ദം എനിക്കില്ല. ഈ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ അടുത്ത വരികൾ ആലപിച്ച് ഈശോയെ വിളിക്കുക. നീ പ്രാണനാഥൻ. മക്കളെല്ലാം ചേർന്ന് നീ സ്നേഹരാജൻ. സ്വരം മുഴുവൻ ഉയർത്തിക്കൊണ്ട് നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ വാ യേശുനാഥ
വാവാ യേശുനാഥ, യേശുനാഥ, ശ്രീനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. കരങ്ങൾ കൂപ്പി അടുത്ത വരികൾ. പൂക്കൾക്കില്ല പ്രഭ, പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല, യേശുനാഥ. എല്ലാരും ചേർന്ന് വാവാ യേശുനാഥ, യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. കൈകൾ കൂപ്പിപ്പിടിച്ച് ഓരോരുത്തരും ഈ അൾത്താരയിലേക്ക് നോക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ, നാം വിളിക്കുമ്പം വിളി കേൾക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ വിളി കേട്ട് ഈ അൾത്താരയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈ അരുളിക്കയിലെ അപ്പത്തിൽ ഈശോ നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നുവെന്ന് അരുളി ചെയ്ത ഈശോ സത്യമായിട്ടും വിശ്വസിക്കുക ഓരോരുത്തരും ഈ അപ്പത്തിൽ ജീവിക്കുന്നു. വലതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ, അങ്ങ് ഈ അപ്പത്തിൽ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു 2-3 വട്ടം നിങ്ങളുടെ വിശ്വാസം നിശബ്ദമായിട്ട് ഏറ്റുപറയുക. അങ്ങ് സത്യമായും ഈ അപ്പത്തിലുണ്ടെന്ന്, ഈ അപ്പത്തിൽ ജീവിക്കുന്നുവെന്ന് ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നുവെന്ന്. വേറൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നുവെന്ന്. അപ്പോൾ സത്യമായും ഈ അപ്പത്തിൽ ഈശോ ജീവിക്കുമ്പം ഈ അപ്പത്തിൽ പരമപിതാവിന്റെ സാന്നിധ്യമുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവപിതാവ് ഇതാ ഈ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ മുൻപിൽ രാത്രിയിൽ അഗ്നിഗോളമായി മുൻപിൽ നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പകല് മേഘസ്തംഭമായി അവരുടെ മുൻപിൽ നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ ഈ നിമിഷം ഇതാ കടന്നു വന്നിരിക്കുന്നു. വീണ്ടും വലതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പരമപിതാവേ, ദൈവപിതാവേ, അങ്ങ് സത്യമായും ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ നിമിഷങ്ങളിൽ എന്നെ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തരും ഉള്ളിന്റെ ഉള്ളിൽ ഒരു 2-3 വട്ടം ഈ ഒരു വിശ്വാസം ഏറ്റുപറയുക. കണ്ണുകൾ അടച്ച്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പത്തിൽ ഈശോ ഉണ്ട്, പരമപിതാവുണ്ട്, ഈശോയുടെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഈ അപ്പത്തിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നാം ഓരോരുത്തരിലേക്കും പറന്നിറങ്ങി വരും. ഈ മണിക്കൂറിൽ ഓരോരുത്തരിലേക്കും, നമ്മുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ഓരോ കോശത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവ് ഈ മണിക്കൂറിൽ ഇറങ്ങി വരും. ശക്തമായ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടും.
ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ മുൻപിൽ ജീവിക്കുമ്പം കരങ്ങൾ കൂപ്പി ഈ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനായ ദൈവത്തെ ഉള്ളിന്റെ ഉള്ളിൽ കണ്ണുകൊണ്ട് അടഞ്ഞിരിക്കുന്ന കൺമുൻപിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഗാനത്തോട് നിങ്ങളും ചേരണം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ എന്ന ഗാനം അറിയാവുന്നവർ ചേർന്ന് പാടണം. അറിഞ്ഞുകൂടെങ്കിൽ ഒരു വട്ടം ആ വരികൾ കേട്ട് കഴിയുമ്പം ഓരോരുത്തരും ചേർന്ന് പാടണം. മറ്റൊന്നും ചിന്തിക്കല്ലേ, അശ്രദ്ധ ഉണ്ടാവല്ലേ, അലക്ഷ്യമായിട്ട് നിൽക്കല്ലേ. കൈകൾ കൂപ്പി ഈശോ മാത്രം നിന്റെ മുൻപിൽ ഈ വിചാരത്തോടെ ഈ ഗാനത്തോട് ഓരോരുത്തരും ചേരുക.